ഞാൻ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ആദ്യമായി അഡ്വക്കേറ്റ് AV വാമനകുമാർ സർ. അടുത്തതായി പ്രസിദ്ധ സാഹിത്യകാരി ശ്രീമതി KR മീര. മൂന്നാമതായി നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജാണ് റിട്ടയർഡ് DGP ജേക്കബ് പുന്നു സർ. സാറിനോടൊരു ചോദ്യം. ഇത്രയും സംഭവ ബഹുലമായ പോലീസ് ജീവിതത്തിന് ശേഷം സാറിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ്? ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും അടുത്ത് കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഓക്കെ. കൂടാതെ ഞാൻ സംസ്ഥാനത്താകമാനം പ്രവർത്തിക്കുന്ന സ്കൂൾ കുട്ടികളുടെ ഉത്തരവാദിത്വം, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന ഒരു സർക്കാർ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൻ്റെ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. സാറിൻ്റെ ഒരു കമൻ്റ് എനിക്കറിയാം. ഞങ്ങൾ നേരത്തെ ഒരു വേദിയിലിരുന്നപ്പോൾ പോലീസ് ജീവിതത്തിൽ എന്നും TV കാണണമായിരുന്നു സാറിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. എന്ന് റിട്ടയർ ചെയ്തോ അന്ന് TV ഓഫ് ചെയ്തു സാർ. പിന്നെ TV കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പരിപാടി കാണണം. അത് ശരിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെട്ടു. ഇനി ഞാൻ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുത്താം. ആദ്യമായി വാണി, രണ്ടാമതായി രാഖി, മൂന്നാമതായി സാജിദ. ഞാൻ സ്ത്രീയുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. ആദ്യത്തെ സെഗ്മെൻ്റാണ് നായിക. അപ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് രാഖിയാണ്. ആദ്യമായിട്ട് രാഖി ആരെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. വയലാറിന്റെ വിപ്ലവ ഗായികയാണ് മെയ്ദിനി. മേദിനി ടീച്ചറുടെ ആവേശം നിറഞ്ഞ ഗാനങ്ങളിലൂടെയാണ് ജനലക്ഷങ്ങൾ ആവേശഭരിതരായി ബഹുജന പ്രക്ഷോഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും അണിനിരുന്നത്. ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി സൗന്ദര്യമാണ് മേദിനിയുടെ ശബ്ദം. ടീച്ചർ നമസ്കാരം. ശബ്ദം കേട്ട് നേരിട്ട് കാണുമ്പോൾ സന്തോഷം വേറെയാണ്. രാഖിയോടാണ് എൻ്റെ ചോദ്യം. ടീച്ചറെ തന്നെ നായികയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? PK മേദിനി അമ്മയെ ഈ വേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിന് ആദ്യമേ എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. പാട്ടുകാർ നാളെയുടെ ഘാട്ടുകാരല്ലോ എന്ന് പറയും, നാളെയുടെ കാവൽക്കാരല്ലോ എന്ന്. ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ മൊത്തം സ്വന്തം സംഗീതത്തിലൂടെ പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. നായിക എന്നുള്ള ഒരു രീതിയിൽ വളരെയേറെ കാര്യങ്ങളിലൂടെ സമൂഹത്തിലേക്ക് മുന്നോട്ട് വരുന്നതിന് എനിക്ക് കുറേ കാര്യങ്ങൾ പ്രചോദനമായി ക്വാളിറ്റികൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ടീച്ചറുടെ പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആയിരം ആൾക്കാർ അന്ന് ആ മീറ്റിങ്ങിന് വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർക്ക് ആ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലഘട്ടം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, നായിക എന്ന പദത്തെക്കാളേറെ ഞാൻ സ്ത്രീ എന്ന പദത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. ഏതായാലും ഇവിടെ എന്നെ ഇങ്ങനെ ആ കുട്ടിയുടെ മനസ്സിൽ ഒന്ന് തോന്നി വിളിച്ചു വരുത്തി അല്പസമയം പുതിയ തലമുറയുമായി ആശയം പങ്കുവയ്ക്കുന്നതിന് അവസരം കിട്ടിയതിൽ നന്ദിയുണ്ട്. പ്രിയപ്പെട്ട ജഡ്ജസിനോട് ഒക്കെ ഏറെ നന്ദിയുണ്ട്. ഞാൻ ജീവിച്ച ചുറ്റുപാടിൽ ഞാൻ രാജാവിനെ കണ്ടിട്ടുണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ല. അത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. തിരുവിതാംകൂർ എന്ന രാജ്യം, ചിത്രേർനാൾ എന്ന മഹാരാജാവ്, ദിവാൻ സർ CP എന്ന ഭരണാധികാരി, അടിമ ഉടമ സമ്പ്രദായം, മാറുമറക്കുവാൻ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്ന കാലം, വഴി നടക്കുവാൻ അവകാശമില്ലായിരുന്ന കാലം, ഇപ്പോഴും ഞങ്ങളുടെ ആ മേഖലകളിലെ ജാതി പേരുള്ള വഴികളുണ്ട്. അങ്ങനെ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ ഏറ്റവും വിഷമസന്ധിയിൽ അനുഭവിച്ച ഒരു കുടുംബത്തിലെയല്ല ഒട്ടേറെ കുടുംബങ്ങളിലെ ഒരാളായിരുന്നു ഞാൻ സ്ത്രീ എന്ന നിലയിൽ തന്നെ ഈ സമൂഹത്തിൽ സ്ത്രീ എന്ന പദവിക്ക് ഒരു ഊന്നൽ നൽകുന്ന വ്യക്തി കൂടിയാണ് അമ്മ എന്നെനിക്കറിയാം. അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, നടുവളഞ്ഞ സ്ത്രീകൾ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അവരുടെ കണ്ണുകളിൽ എപ്പോഴും ദുഃഖവും സങ്കടവും നിരാശയും മാത്രമായിരുന്നു ഭാവം. ആ വ്യക്തികളിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലുള്ള സ്ത്രീകളിൽ ഒരു ആത്മവിശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി ഈ ഒരു 3 തലമുറയായി അമ്മ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്നൊരു വ്യക്തിയാണ്. അമ്മയുടെ ഭാഗത്തു നിന്നും എന്ത് സംഭാവനയാണ് ആ സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്? ഏതാണ്ട് 3 തലമുറയിൽപ്പെട്ട സ്ത്രീകളുമായി എനിക്ക് ബന്ധമുണ്ട്. എന്നെയാക്കിയ സ്ത്രീകളെ ഞാൻ ആദ്യമായി ഓർക്കട്ടെ. പ്രിയങ്കരായിട്ടുള്ള കാളിക്കുട്ടി ആശാട്ടി, പ്രിയങ്കരായിട്ടുള്ള ദേവയാൻ ചേച്ചി, കുത്തറുള്ള മേരി,
സുഭദ്രമ്മ തങ്കച്ചി, രാധമ്മ തങ്കച്ചി തുടങ്ങുന്ന ഒട്ടേറെ എൻ്റെ മുൻനിരക്കാർ, എനിക്ക് അവരെയല്ലേ ഓർക്കാനൊക്കെ. അവരെല്ലാം നടന്നു വന്ന പാത, അവർ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അവർ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന തരത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ നോക്കിക്കാണുവാൻ ഒക്കെ എനിക്ക് ഒരുപാട് സഹായകരമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകളാണ് എന്നെ ഈ വേദിയിൽ ഇരുത്തിയത് എന്ന് ഞാൻ സ്മരിക്കുന്നു. വെറുതെ ഒരു സ്ത്രീ മാത്രമല്ല, സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഒരു സമൂഹമായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അതുകൊണ്ട് തന്നെ സ്ത്രീ എല്ലാ തലത്തിലും പ്രകൃതിയെ സ്ത്രീയോട് ഉപയോഗിക്കുന്നു. തീർച്ചയായും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീക്ക് മാറ്റം വരുത്തുവാൻ കഴിയൂ എന്നുള്ള വിശ്വാസ പ്രമാണത്തിൽ എൻ്റെ ജീവിതം ഞാൻ ഇതുവരെ തെളിയിച്ചിട്ടുമുണ്ട്. വെറുതെ അല്ല, 8 വയസ്സ് മുതൽ 80 വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തി എന്ന തരത്തിലല്ല, കുടുംബം എന്ന തരത്തിൽ, സമൂഹം എന്ന തരത്തിൽ ഒക്കെ വിജയിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നില്ല, സത്യസന്ധമായി പറയുകയാണ്. പടപ്പാട്ടുകാരി എന്നുള്ള ഒരു പ്രയോഗമാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അനുയോജ്യമായിട്ടും ഉള്ള ഒരു പദം. പടപ്പാട്ടുകാരി എന്ന് പറഞ്ഞാൽ സ്വന്തം ശബ്ദം പാട്ടായി ആശയമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. വിപ്ലവ ഗാനങ്ങളിലൂടെ ഒരു സമൂഹത്തെ മൊത്തം കയ്യിലെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ നിശബ്ദതയെ പിടിച്ചു വാങ്ങിയ വ്യക്തി കൂടിയാണ് അമ്മ. അപ്പോൾ അമ്മയുടെ ആ പാട്ടുകളിൽ ഉണ്ടായിരുന്ന ആ താല്പര്യം 11 വയസ്സിൽ അമ്മയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വന്ന ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും ആ പടപ്പാട്ടുകാരി ആയതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആരായാലും പിന്നോട്ട് തിരിഞ്ഞു പോകും. അതിൽ നിന്ന് പുറകോട്ട് പോകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിന് ആദ്യമേ ഞാൻ നമിക്കുന്നു. അതുപോലെ പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ സമൂഹത്തിലെ പെൺകുട്ടികൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ തളർന്നു വീണു. അവർ മുന്നോട്ട് വരാൻ പിന്നീട് തയ്യാറാകുന്നില്ല. അതിന് കരുത്ത് പകരാൻ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്ത് പറയാൻ കഴിയും ഇപ്പോഴത്തെ സ്ത്രീകളോട്? 8 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് രാജാവിനെ സ്തുതിച്ചുള്ള പാട്ടാണ്. ഒരുപക്ഷെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ആ പാട്ടായിരുന്നു. നമ്മൾ ദേശഭക്തി ഗാനം പാടിയേ നിങ്ങൾക്ക് ശീലമുള്ളൂ. ഞാൻ പാടിയത് പഞ്ചിഭൂമി പതേ ചീരം സഞ്ചിതാപം ജയിക്കണം എന്ന് വെച്ചാൽ രാജാവാണ് കാണപ്പെട്ട ദൈവമെന്നും രാജാവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ജനങ്ങളുടെ ഇരുന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഞാൻ 12 വയസ്സായപ്പോൾ ഞാൻ കേട്ടത് രാജവാഴ്ച അവസാനിപ്പിക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം ഉൾപ്പെടെ ഒരു ജനാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്ത് വരണമെന്നുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് എൻ്റെ മുൻ തലമുറക്കാർ സമരരംഗത്തേക്ക് പോയപ്പോഴാണ് പടപ്പാട്ടുകാരിയായി ഞാൻ മാറിയത്. ആ പടപ്പാട്ടിൻ്റെ സ്വഭാവം ഇതായിരുന്നു: ജോലി ചെയ്താൽ കൂലി പണമായി കിട്ടുവാൻ വേണ്ടി, ഷർട്ടിടുവാൻ, തൊഴിലാളിക്ക് ഷർട്ടിടുവാനുള്ള അവകാശത്തിന് വേണ്ടി, വഴി നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി, എന്തിന് ഒരു 5 രൂപ കരം തീർക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാവർക്കും ഇന്നത്തെ പോലെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിൻ്റെ ഇതിന് വേണ്ടിയുള്ള ആദ്യത്തെ മുദ്രാവാക്യമാണ് രാജവാഴ്ച അവസാനിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പാട്ടുമായിട്ടാണ്, പടപ്പാട്ടുമായിട്ടാണ് ആദ്യത്തെ തുടക്കം. 6ാം ക്ലാസ്സിൽ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, 15 ചക്രം ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം ഫീസ് നിവൃത്തിയില്ലായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒട്ടേറെ കുടുംബങ്ങളിലെ ആളുകൾ അന്ന് വിദ്യാഭ്യാസം ചെയ്യുവാൻ അവകാശമുണ്ടായില്ല. ഞാനിത് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഒരു ശക്തിയാണ്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. പുതിയ തലമുറ കുടുംബത്തെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച്, കൂട്ടുകുടുംബത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് ഒന്നും പുതിയ തലമുറ ശ്രദ്ധിക്കാറില്ല, വായിക്കാറില്ല. വായന ഇപ്പോഴില്ല, വായിക്കാറേ ഇല്ല. നമ്മുടെ പഴയ കാലങ്ങളിലുള്ള അമൂല്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിയാനുണ്ട്. ഞാൻ വായിച്ചറിഞ്ഞതല്ല, കാരണം ഞാൻ കേട്ടറിഞ്ഞതാണ്. ഞാൻ ഒരുപാട് ആളുകളുടെ പ്രസംഗത്തിലൂടെ, സാംസ്കാരിക നായകന്മാരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അക്ഷരാഭ്യാസമില്ലാത്ത എനിക്ക് വലിയ വായന, 6ാം ക്ലാസ്സിൻ്റെ വായനയാണ് എനിക്കുള്ളത്. പക്ഷേ മാർസിംഗ് ഗോർക്കിയുടെ മദർ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാരെക്കുറിച്ചുള്ള, അമ്മ എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത അങ്ങനെയാണ്. അമ്മ എന്നുള്ള സങ്കല്പം ഞാൻ എനിക്ക് വേണ്ടി ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ 4ാം തലമുറയും ചേച്ചി, മേനി അമ്മേ, മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് എന്നെ വിളിക്കുന്നത്. ഇപ്പോഴും ഞാൻ പാടുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ 80 വയസ്സാണെന്ന് വയസ്സ് മാനിക്കും എനിക്കറിയാം. എന്നിരുന്നാലും പാടാതെ വിടാൻ വയ്യ. രേഖേച്ചി, അതിന് പിന്നെ പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ
എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനത്തിൽ എന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കോളേജ് തലങ്ങളിൽ മാത്രം NSS ഒതുങ്ങി നിൽക്കരുത് എന്നൊരു താല്പര്യം എനിക്കുമുണ്ട്. ആ ഒരു താല്പര്യം എങ്ങനെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് NSS സോങ്, ഞങ്ങൾ എന്നും പാടിക്കൊണ്ടിരിക്കുന്ന NSS ഗാനം അമ്മ പാടിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒരു ശൗര്യം കൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവരും ഇത് NSS സോങ് ആണ് എന്നും NSS എന്നൊരു സംഘം ഈ സമൂഹത്തിലുണ്ട് എന്നും തിരിച്ചറിയാൻ തുടങ്ങിയത് ആ പാട്ടിലാണ്. നമ്മുടെ തുടക്കത്തിൽ എല്ലാവരുടെയും മനസ്സ് നന്നാവട്ടെ എന്നുള്ള ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുടുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. നന്ദി. ചൊരിഞ്ഞു ചോര നീ നിൻ ജീവിതത്തിൽ,
ചെങ്കൊടി നാട്ടാൻ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. Development surpassed by controversies. Consensus, not controversy. Present ground reality. And signboard for future Kerala Summit. പതിവ് ചാനൽ ചർച്ചകളിലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളില്ല, നിറം പിടിപ്പിച്ച നുണകളില്ല, വ്യക്തിഹത്യകളില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു സംവാദ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് കേരള സമ്മിറ്റ്. ശനി രാത്രി 10 മണിക്ക്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതാൻ ചങ്കൂറ്റം കാണിച്ച നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വർഗീയവാദിയായി മുദ്രകുത്തി. ചരിത്രം അതേറ്റുപാടി. തികഞ്ഞ മതേതരവാദിയും മനുഷ്യസ്നേഹിയുമായിരുന്ന ടിപ്പുവിന്റെ മാനുഷികത അനാവരണം ചെയ്യുന്ന പരമ്പര ടിപ്പു സുൽത്താൻ. അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്നവർ അളവിൽ കവിഞ്ഞ വിവാദ പരാമർശത്തിന് ആധാരമായ സാഹചര്യത്തെ കൂടി സാധാരണക്കാരായ ജനങ്ങൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ അട്ടിമറിക്കുന്നു. ചിന്തയുടെ ഖേദപ്രകടനത്തെ വിജയമായി BJP വ്യാഖ്യാനം. ആശുപത്രിയുടെ സാഹചര്യങ്ങളുമായി എന്താണ് ഇതിന് മറ്റൊരു പരിഹാരം? ധാർമ്മികതയ്ക്ക് യോജിച്ചതാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായി താങ്കൾക്ക് തോന്നുന്നു? സ്പെഷ്യൽ എഡിഷൻ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. സ്പെഷ്യൽ എഡിഷൻ brought to you by Aston. Home space, workspace, fun space, an Aston Martin company. ഞാൻ നേരെ ജഡ്ജസിനെ വിടുകയാണ്. ചോദ്യങ്ങൾ ഇനി ചേച്ചിയോട് ചോദിച്ചോട്ടെ. ഈ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിരുന്നല്ലോ പാട്ടുപാടിന് പേരിൽ. അതിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുകയും ചെയ്ത് ഏത് പാടിയതിൻ്റെ പേരിലായിരുന്നു? എൻ്റെ പാട്ട് മാത്രം കൊണ്ട് പറയാനൊക്കില്ല. അല്പം പറച്ചിലൂടെ ആകുമ്പോഴത്തേക്ക് ഇത് ഭംഗിയാകും. എനിക്ക് 10-15 വയസ്സുള്ളപ്പോൾ ആദ്യമായി പിന്നെ പോലീസ് ഇൻസ്പെക്ടർമാരുടെ പേരുകൾ വെച്ചുള്ളൊരു പാട്ട് എഴുതിയിരുന്നെന്ന്. സാമ്രാജ്യത്വം വൻകിട ബൂർഷ്വാ വർഗം ജന്മിത്വം മർദ്ദക ചൂഷകമൂർത്തികൾ മൂവരും ഒത്തുഭരിക്കുന്നേ നാടിതു ചുട്ടുകരിക്കുന്നേ നരവെട്ടക്കാർ MSPക്കാർ അച്യുത പാപ്പാളി OM ഖാദര് നാടാർ രാമൻ കുട്ടികൾ മന്നാടി ഇതാണ് പാട്ട്. ഈ പാട്ട് നിരോധിച്ചവർ ഈ പാട്ട് നിരോധിച്ചു. നിരോധനം ലംഘിച്ചുകൊണ്ട് ഞാൻ തിരുനക്കര മൈതാനം കോട്ടയം തിരുനക്കര മൈതാനത്ത് പാടി.
15 വയസ്സിൽ. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യില്ല, ഞാൻ ഒളിവിലായിരുന്നു, 2 വർഷം കയറിയില്ല. അന്ന് പ്രിയപ്പെട്ട VS ഒക്കെ അഭ്യുദയ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു, മേദിനി പോയി പാടണം. അന്ന് അങ്ങനെയാണ്, പാർട്ടി തീരുമാനിച്ചാൽ പാടും. അങ്ങനെ പോയി പാടി എൻ്റെ അച്ഛനെ കൂട്ടി 15 വയസ്സൊക്കെ ആകുമ്പോൾ അച്ഛനെയും കൂടെ കൂട്ടിയാണ് പാടാൻ പോയത്. അങ്ങനെ പാടിയിട്ട് ഞാൻ വന്ന് രാത്രി പിന്നെ കോട്ടയം പാസി MLAയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വീട് വളഞ്ഞു. വീട് 15 വയസ്സാണ്. പിന്നെ കൂത്താറിലും മേരിച്ചേച്ചിയെ പോലുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാലയളവിൽ ഞാൻ പറഞ്ഞ പോലീസുകാർ, അതിൽ എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടായത്, ഒരു പോലീസുകാരനെ എൻ്റെ ഒരു പാട്ടിനോട് ഇഷ്ടമായിരുന്നു. എന്നെ കൊണ്ടുപോയി ലോകപ്പിലിട്ടപ്പോൾ അയാൾ ഒരു പ്രേമലേഖനം പോലെ വരയിട്ട കടലാസിലെ സഖാവേ, ഇങ്ങനെയാണ് സഖാവേ, നിങ്ങളുടെ പാട്ട് എനിക്കിഷ്ടമാണ്, പൊലിഞ്ഞു നെയ്തരാലെന്നുള്ള ഒരു പാട്ട് ആരും കാണാതെ എനിക്കൊന്ന് എഴുതി തരുമെന്നാണ്. അയാളുടെ പേരെഴുതിയില്ല, അഞ്ഞു ഭാഗ്യത്തിന്. എഴുതിയിരുന്നെങ്കിൽ അയാളുടെ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്തു പോയി എന്നെ, പാവം. ഞാനിപ്പോൾ പറയുന്നത് ആ പോലീസുകാരൻ ആവശ്യപ്പെട്ട പാട്ടാണ് ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത്. അദ്ദേഹത്തിന് അന്ന് എനിക്ക് എഴുതി കൊടുക്കാനും പാട്ട് കേൾപ്പിക്കാനും പറ്റിയല്ലോ. അദ്ദേഹം ജീവിച്ചിരങ്ങൾ കേൾക്കട്ടെ. പൊലിഞ്ഞു നീച്ചരാൽ നിൻ ജീവിതം ധീരയോദ്ധാവേ, പൊലിഞ്ഞു നീച്ചരാൽ നിൻ ജീവിതം ധീരയോദ്ധാവേ, ചൊരിഞ്ഞു ചോര നീ നിൻ ജീവിതത്തിൽ, ചെങ്കൊടി നാട്ടാൻ ചൊരിഞ്ഞു ചോര നീ നിൻ ജീവിതത്തിൽ, ചെങ്കൊടി നാട്ടാൻ അണിഞ്ഞു കൈവിലങ്ങുകൾ നീ സഖാവേ, ഏഴകൾക്കായി സഖാവേ, ഏഴകൾക്കായി അണഞ്ഞു കാരിരും പഴി തന്നകായിൽ, നീച്ചരാലൊരു നാൾ തകർന്നു ഘോര മർദ്ദനമേറ്റു നിന്മൈ ചോരയാർന്നവിടെ തകർന്നു ഘോര മർദ്ദനമേറ്റു നിന്മൈ ചോരയാർന്നവിടെ പിടഞ്ഞു പ്രാണവേദനയാൽ സഖാവേ, നീ പുലിഞ്ഞേവം സഖാവേ, നീ പുലിഞ്ഞേവം മറന്നു പോകുകില്ലവയൊന്നുമൊന്നും ഞങ്ങൾ യോദ്ധാവേ, മറന്നു പോകുകില്ലവയൊന്നുമൊന്നും ഞങ്ങൾ യോദ്ധാവേ. സഖാക്കൾ ഞങ്ങളൊരു നാളിൽ തകർക്കും, 1000 വഴികൾ തകർക്കും, 1000 വഴികൾ പറന്നു പാറുമന്നവിടെ സഖാവേ, നിന്റെ ചെങ്കൊടികൾ പറന്നു പാറുമന്നവിടെ സഖാവേ, നിന്റെ ചെങ്കൊടികൾ സഖാവേ, നിന്റെ ചെങ്കൊടികൾ. ഇന്ന് മേദിനിയമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമായാണ് നമ്മുടെ ഈ ജനാധിപത്യ രാഷ്ട്രം ഇങ്ങനെ നിലനിൽക്കുന്നത്.
AK അനസൂയ, മീനാക്ഷി ആശാട്ടി, അങ്ങനെ നമ്മൾ ചരിത്രം വിസ്മരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും സ്ത്രീകൾ അടയാളപ്പെടുത്തപ്പെടുന്നതേ ഇല്ല. ഈ ഞാൻ സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ഒരു നായിക എന്ന സങ്കല്പത്തിലേക്ക്, ഒരു സ്ത്രീയെ, സമൂഹത്തെ നയിക്കാനുള്ളൊരു നായിക എന്നൊരു സങ്കല്പത്തിലേക്ക് സ്ത്രീയെ വളർത്തിയെടുക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ, അതിലൊരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ രാഗി അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകളുടെ ചരിത്രത്തിൽ സ്ത്രീയുടെ സ്ഥാനം. ഇപ്പോൾ നായിക എന്ന ഈ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ മേദിനി അമ്മ പുന്നപ്പറ വയലാർ സമരങ്ങൾക്ക് അന്ന് സജീവമായി പ്രവർത്തിച്ച് നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അമ്മയുടെ പേര് പറഞ്ഞു തുടങ്ങിയത് ഒരു പക്ഷേ വിപ്ലവഗാനങ്ങളുടെ ആ ശക്തി കൊണ്ടാണ്. അമ്മയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ അമ്മയോടൊപ്പം അമ്മയുടെ സുഹൃത്തുക്കൾ, അങ്ങനെ കുറേ സുഹൃത്തുക്കൾ അണിനിരുന്നതായിട്ട് ഇപ്പോഴും അമ്മ പറയുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ പേരുകൾ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? അവരുടെ പേര് പോലും വെളിപ്പെടുത്താതെ അവരെ നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയുമുണ്ട്. മേദിനി അമ്മയെ പോലെയുള്ള ആൾക്കാർ അന്നത്തെ ഏഴകൾക്ക് വേണ്ടി പാട്ടുപാടി പ്രവർത്തിച്ചു, ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചു. ആ സ്ഥിതിയൊക്കെ ഇന്ന് മാറ്റിയെടുക്കാൻ അവർക്ക് അവരുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏഴകളായിട്ടുള്ള ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഏഴകളെന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മലയാളി കായികാധ്വാനത്തിൽ നിന്ന് പരിപൂർണമായിട്ട് ഏതാണ്ട് മാറിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഇന്ന് പണിയെടുക്കുന്നത് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഇവിടെ വരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ആദിവാസികളായിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ട ആളുകൾ, അവരിന്ന് വളരെ അവികസിതരാണ്. ഇങ്ങനെ രണ്ടു കൂട്ടം ആളുകളാണ് ഇന്ന് കേരളത്തിൽ മേദിനിയമ്മ പറഞ്ഞ യാതൊരു അവകാശങ്ങളും അനുഭവിക്കാതെ, ആസ്വദിക്കാതെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്നതും പ്രയാസപ്പെടുന്നതും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് രാഗി ചിന്തിക്കുന്നത്? സാർ ഈ ചോദിച്ച ചോദ്യത്തിന് മുമ്പ് എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാമോ എന്നറിയില്ല. അമ്മയുടെ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ സ്ത്രീകളോട് നിയമപാലകർ ഒരു ക്രൂരമായ സമീപനമാണ് കാണിച്ചിരുന്നത്. എന്താണ് സാർ അങ്ങനെ പിടിച്ച് അടിച്ചമർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് എന്ന്? അന്നൊക്കെ പോലീസ് വ്യവസ്ഥ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപാധികളായിരുന്നു. ജനാധിപത്യം വന്നപ്പോൾ ആ മർദ്ദക സ്വഭാവം ഭരണകൂടത്തിന് പതുക്കെ കുറഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും മുൻമൂലം ചെയ്യപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കാലഘട്ടങ്ങളായിട്ട് കഴിഞ്ഞ 60 വർഷങ്ങളിലൂടെ 6 പതിറ്റാണ്ടുകളിലൂടെ ഇതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ ഭരണകൂടം എന്താഗ്രഹിച്ചോ അത് അക്ഷരാർത്ഥത്തിൽ നിവൃത്തീകരിച്ചിരുന്ന പോലീസുകാരാണ്. എന്നിരുന്നാലും അവരുടെ മനസ്സിൽ സഖാവേ പാടണേ എന്ന് ഒരു പ്രേമലേഖനം പോലെ ഒരു കടലാസ് ചുരുട്ടി എടുത്തു കൊടുത്ത ആ പോലീസുകാരൻ, അവന് ഹൃദയമുണ്ട്. അവന് കൈകൾ മാത്രമല്ല, കയ്യിൽ ലാത്തി മാത്രമല്ല, പാട്ടിന് വേണ്ടി സംസ്കാരത്തെ മാനിക്കുന്ന, സ്ത്രീയെ മാനിക്കുന്ന, സ്ത്രീയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരു പോലീസുകാരനാണ് അന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആ പോലീസുകാരൻ, അല്ലെങ്കിൽ കോട്ടയത്തുണ്ടായിരുന്ന ആ പോലീസുകാരൻ. രാഗിയോട് ചോദിച്ചിട്ട് രാഗി ഒരു സമാധാനം പറയാം. സാർ, എൻ്റെ നാട്ടിൽ ഒരുപാട് ആദിവാസി ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരിക്കും. അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് കറണ്ട് വേണോ, വെള്ളം വേണോ, കിണർ വേണോ, അങ്ങനെ ചോദിച്ച ഒരുപാട് ആളുകളുണ്ടാവും. പോളിംഗ് ബൂത്തിലെത്തി വോട്ട് എഴുതി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് അവിടെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അവിടുത്തെ ഓരോ വ്യക്തികളും കുഞ്ഞുങ്ങളടക്കം പറയുന്ന ഒരു കാര്യമാണ്, അന്ന് വോട്ട് ചോദിക്കാൻ വന്ന ഒരൊറ്റ വ്യക്തിയെയും പിന്നെ ഇവിടെ കാണുന്നില്ല എന്ന്. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ലാത്ത ആളുകളെ എന്തിനു നമ്മൾ രാഷ്ട്രീയം വിശ്വസിക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവരവരുടേതായ ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ സ്വന്തം ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി പോകും. അപ്പം മാർക്കിടാം. രാഗിക്ക് 8.5 മാർക്ക് നൽകുകയാണ്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ രാഖിക്ക് 8.5 മാർക്കാണ് ഈ നായിക എന്ന റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. പ്രൈസ്ലെസ് മൊമെൻ്റ് ആണ് മേദിനി ടീച്ചർ ഇവിടെ വന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ. അതിന് മാർക്കില്ല, പക്ഷെ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആ മനസ്സ് നന്നായാൽ മതി എന്നുള്ള പാട്ട് തന്നെ മതി അത് കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ എപ്പിസോഡിലെ ഈ സെഗ്മെന്റ് അവസാനിക്കുന്നു.